പ്രതിപക്ഷം ചെയ്ത ഏറ്റവും വലിയ ബുദ്ധിശൂന്യതയാണ് വനിതാ സംവരണ ഭേദഗതി ബില്ലിനെതിരെ നിലപാടെടുത്തുകൊണ്ട് ലോക്സഭയിൽ ഇടപെട്ടത് എന്നതാണ് ശ്രീ റെജി ലൂക്കോസിൻ്റെ ഒരു വാദം. മാത്രമല്ല അദ്ദേഹം പറയുന്നത് രാജ്യത്തെ ഇങ്ങനെ ദക്ഷിണേന്ത്യ, ഉത്തരേന്ത്യ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇങ്ങനെയൊക്കെ വിഭജിച്ച് കാര്യങ്ങൾ കാണേണ്ടതുണ്ടോ? ഇന്ത്യ ഒരു നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഏകരാഷ്ട്രമല്ലേ? അതിനെ ഇങ്ങനെ വിഭജിച്ച് കാണേണ്ട കാര്യമുണ്ടോ? അതുതന്നെ അടിസ്ഥാനപരമായ ഭരണഘടനാ തത്വങ്ങൾക്കെതിരല്ലേ എന്നൊരു വാദവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. എന്താണ് താങ്കളുടെ മറുപടി? BJP എന്ന കേന്ദ്ര ഭരണകക്ഷിയുടെ ഒരു മണ്ടൻ നടപടി അതിദയനീയമായി പരാജയപ്പെട്ടത് ന്യായീകരിക്കാൻ കഴിയാതെ BJPയുടെ വക്താവ് പ്രതിപക്ഷത്തെ ബുദ്ധിശൂന്യം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 12 വർഷമായിട്ട് കെട്ടിപ്പൊക്കിയ ഒരു പ്രതീതി ഉണ്ടല്ലോ, നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട്. അത് വലിയ 56 ഇഞ്ച് നെഞ്ചളവിൻ്റെതാണ്. മോഡി ഷാ കൂട്ടുകെട്ട് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കിയിരിക്കും. ഒരു പ്രതിപക്ഷവും ഇവിടെ പ്രശ്നമല്ല, ഒരു ജനാധിപത്യ വിയോജിപ്പും ഇവിടെ പ്രശ്നമല്ല. മോഡി ഷാ കൂട്ടുകെട്ട്, അതിന്റെ തീരുമാനം അത് ഈ രാജ്യത്ത് നടപ്പിലാകും. അങ്ങനെ ഒരു ഫാഷിസ്റ്റ് സമീപനത്തിൽ പോകുന്ന രാജ്യത്ത് ഗംഭീരമായൊരു തിരിച്ചടി, ജനാധിപത്യത്തിന്റെ വിയോജിപ്പിന്റെ വലിയ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നമ്മൾ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കണ്ടു. അതുകൊണ്ടാണ് സ്വന്തം നേതാക്കളുടെ മണ്ടൻ നടപടിയെ ന്യായീകരിക്കാൻ കഴിയാതെ BJP വക്താവ് സ്വയം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ബുദ്ധിശൂന്യത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവല്ലേ? എന്തിനാ നിങ്ങൾ ദക്ഷിണേന്ത്യ, വടക്കേ ഇന്ത്യ, വടക്കേ കിഴക്കൻ ഇന്ത്യ എന്നൊക്കെ പറയുന്നത്? അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ആർട്ടിക്കിളുകളൊന്ന് നോക്കട്ടെ. എന്താ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ചുള്ള സങ്കല്പം മുന്നോട്ട് വെച്ചിരിക്കുന്നത്? റജി, നിങ്ങൾ കരുതുന്ന പോലെ ഒറ്റക്കൽ ശില്പം എന്നല്ല. ഇന്ത്യ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ എന്നാണ് നമ്മുടെ ഭരണഘടന നിർവചിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യ ആകെ ഒരു മാതൃഭാഷ, ഇന്ത്യ ആകെ ഒരു സംസ്കാരം, ഇന്ത്യ ആകെ ഒരു വേഷം, ഇന്ത്യയിലാകെ ഒരു ഭക്ഷണ സംസ്കാരം, ഇങ്ങനെയൊന്നുമല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഈ വൈവിധ്യങ്ങളെ മുഴുവൻ, ഈ താങ്കൾ തന്നെ ഇപ്പൊ ഉപയോഗിക്കുന്ന കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള, ഹിമാലയം മുതൽ അറബിക്കടൽ വരെയുള്ള നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ മുഴുവൻ അംഗീകരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ സങ്കല്പം. അങ്ങനെയാണ് ഈ രാജ്യത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളത് RSSന്റെ ഒറ്റക്കൽ ശില്പമായിട്ട് ചുരുക്കി കെട്ടിയിട്ട് ഇപ്പൊ BJP വക്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ വേറെ വേറെ കാണുന്നത്? വേറെ വേറെ കാണണം എന്ന് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അത് വിഘടനവാദമായിട്ടല്ല. നിങ്ങളല്ലേ വിഘടനവാദത്തിലേക്ക് നയിക്കുന്നത്? നിങ്ങളുടെ ഈ മണ്ടൻ നടപടികളല്ലേ രാജ്യത്ത് ശിഥിലീകരണ പ്രവണതകളിലേക്ക് പോകുന്നത്? തമിഴ്നാട് അസ്വസ്ഥമാകുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ ഇങ്ങനെ ഒരു ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ, നിങ്ങളൊരു സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴല്ലേ, ഈ സംസ്ഥാനങ്ങളുടെ അധികാരമൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുമ്പോഴല്ലേ ഇതുപോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്? എന്തിനാ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നത്? എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തി, രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളെയും ബോധ്യപ്പെടുത്തി, അവരുടെ സ്വാഭിമാനത്തെയും അവരുടെ ആത്മാഭിമാനത്തെയും ഉജ്ജ്വലിപ്പിക്കുന്ന വിധത്തിലല്ലേ ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യമായിട്ട് നമ്മൾ മാറേണ്ടത്? നമ്മുടെ ദേശീയ ഗാനം പോലും അങ്ങനെയല്ലേ പറയുന്നത്? ഇന്ത്യ ഒരൊറ്റ രാജ്യം എന്നാണോ, അങ്ങനെ ഒരൊറ്റ കൽ ശില്പം എന്നാണോ പറയുന്നത്? നമ്മുടെ ദേശീയ ഗാനത്തിൽ പോലും ഈ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളെ പരാമർശിച്ചുകൊണ്ടല്ലേ ആ ദേശീയ ഗാനം കടന്നു പോകുന്നത്. അതെല്ലാം ചേരുന്ന ഒരു ഐക്യരാജ്യം എന്നുള്ള നിലയിലല്ലേ. അപ്പൊ പിന്നെ അത് അംഗീകരിക്കാൻ എന്താ നിങ്ങൾക്ക് മടി? അതല്ലേ RSSന്റെ പ്രത്യയശാസ്ത്രം. അങ്ങനെ RSSന്റെ പ്രത്യയശാസ്ത്രം പാർലമെന്ററി വേദികളെ ഉപയോഗിച്ച് ഒളിപ്പിച്ച് കടത്താനുള്ള നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയാണ് പൊളിഞ്ഞിരിക്കുന്നത്. അത് മനസ്സ് തുറന്ന് സമ്മതിക്ക്. അതിനെന്തിനാ ഒരു ബുദ്ധിശൂന്യത കാണിക്കുന്നത്? റജി, നിങ്ങൾ അത് അംഗീകരിക്കൂ. ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ട, RSSന്റെ രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കടത്താനുള്ള നിങ്ങളുടെ നീക്കം പൊളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറയുന്നു വനിതാ സംവരണത്തെ എതിർത്തു. എന്തിനാ റജി ഈ മണ്ടത്തരം പറയുന്നത്? 2023 പാർലമെന്റ് അംഗീകരിച്ച വനിതാ സംവരണ ബിൽ ആര് കൊണ്ടുവന്നതാ? ഇതേ ഗവൺമെന്റ് കൊണ്ടുവന്നതല്ലേ. ഇതേ നരേന്ദ്രമോദിയും അമിത്ഷായും നിങ്ങളുടെ BJP ഭരണമല്ലേ കൊണ്ടുവന്നത്. എത്ര വോട്ടിനാണ് ആ വനിതാ സംവരണ ബിൽ 2023 വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസ്സായത്? 493 വോട്ടുകൾക്കല്ലേ. അതാര് വോട്ട് ചെയ്തിട്ടാ? നിങ്ങൾക്ക് അന്ന് പാർലമെന്റിൽ എത്രയാ എണ്ണം? ഇന്നുള്ള 293 തന്നെയല്ലേ 303 അല്ലേ 2023 നിങ്ങൾക്കുണ്ടായിരുന്നത്.
അതെങ്ങനെയാ പിന്നെ 490-ലധികം വോട്ടായിട്ട് നിങ്ങൾക്ക് വനിതാ സംവരണ ബിൽ പാസ്സാക്കാൻ വേണ്ടി കഴിഞ്ഞത്? ഈ കോൺഗ്രസും CPIM-ഉം എല്ലാം ഉൾപ്പെടെയുള്ള താങ്കൾ ഇപ്പൊ പരിഹസിക്കുന്ന ഇന്ത്യ അലയൻസിന്റെ ഭാഗമായി നിൽക്കുന്ന അന്നും പ്രതിപക്ഷമായിരുന്ന ഈ പാർട്ടികളെല്ലാം പിന്തുണച്ചിട്ടല്ലേ? അപ്പൊ വനിതാ സംവരണ ബിൽ എന്ന് പറയുന്ന വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള സതുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന കാര്യത്തെ ഞങ്ങളെല്ലാം പിന്തുണച്ചിട്ടില്ലേ? ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പിന്തുണച്ചിട്ടില്ലേ? എതിർക്കുകയല്ലോ ചെയ്തത്. എന്തേ 2023 പാസാക്കി അന്ന് തന്നെ പ്രസിഡന്റ് ഒപ്പിട്ട ആ ബില്ല് നടപ്പിൽ വരുത്താൻ നിങ്ങൾക്ക് മിനിഞ്ഞാന്ന് ഈ ഏപ്രിൽ 16 വരെ 2.5 വർഷം കാത്തിരിക്കേണ്ടി വന്നു? നിങ്ങൾക്ക് വനിതാ സംവരണത്തോട് എന്ത് കൂറാണുള്ളത്? സ്ത്രീ ശാക്തീകരണത്തോട് നിങ്ങൾക്ക് എന്ത് താല്പര്യമാണുള്ളത്? ഇന്ന് വരെ ഒരു സ്ത്രീയെ ഒരിടത്തും പരിഗണിക്കാത്ത പ്രസ്ഥാനമല്ലേ RSS? അതിന്റെ പരമോന്നത സഭകളിൽ എവിടെയും. പിന്നെ നിങ്ങൾക്ക് എവിടെയാ സ്ത്രീ ശാക്തീകരണത്തിന് താല്പര്യമുള്ളത്? ഉണ്ടായിരുന്നുവെങ്കിൽ 2023 ഇപ്പൊ BJP ആക്ഷേപിക്കുന്ന പ്രതിപക്ഷം ഉൾപ്പെടെ പിന്തുണച്ച് പാസാക്കിയ വനിതാ സംവരണ ബിൽ പാസാക്കാൻ, അത് നടപ്പിലാക്കാൻ ഈ 2.5 വർഷം കാത്തിരിക്കണമായിരുന്നു. അപ്പൊ 2.5 വർഷമായിട്ട് നടപ്പിലാക്കാത്ത ബില്ല് ഏപ്രിൽ 16 അർദ്ധരാത്രിയിൽ നടപ്പിൽ വരുത്തുന്നതായിട്ട് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ട് പാർലമെന്റിൽ നിങ്ങൾ പുതിയ ബില്ല്, ഈ 131 ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത് എന്തിനാ? നേരത്തെ പാസാക്കിയ നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പേ റജി എന്തിനാണ് അതിനൊരു ഭേദഗതി കൊണ്ടുവരുന്നത്? നടപ്പിലാക്കി അതിൽ പ്രായോഗികമായ വിഷമങ്ങൾ, പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിലല്ലേ ഭേദഗതി വരുത്തേണ്ടത്. മാത്രമല്ല VP മുസ്തഫ ഇന്നിപ്പോൾ 8:30 പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. BJP രാജ്യവ്യാപകമായ ക്യാമ്പയിനിലേക്ക് കടന്നിരിക്കുകയാണ്. വനിതകൾക്കെതിരായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന രാജ്യത്തെ പ്രതിപക്ഷം ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി വനിതാ സംവരണം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവിടെ ഒരു ഭാഗത്തുണ്ടായതെന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇതൊരു വലിയ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കാൻ BJP ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞു. തെരുവുകളിൽ ഇറങ്ങി പ്രതിഷേധത്തിന് അവർ തയ്യാറെടുക്കുകയാണ്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ മഹിളാ മോർച്ചയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഇപ്പോൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഊന്നാൻ പോകുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സ്ത്രീകൾക്കെതിരെ ആയിട്ട് ഉള്ള ഒരു നീക്കമായി ഇതിനെ ചിത്രീകരിക്കുക എന്നതാകും. ഒരുപക്ഷെ വനിതകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന ചില പ്രഖ്യാപനങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുപോലും നമ്മൾ വളരെ അമ്പരപ്പോടുകൂടി കാത്തിരിക്കുകയാണ്. ഏതായാലും പ്രധാനമന്ത്രി 8:30 രാജ്യത്ത് അഭിസംബോധന ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.